എല്ലാവർക്കും നമസ്കാരം. CC/SSC/RRB ബാങ്ക് എക്സാം ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമ്മൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഓരോ ആഴ്ചകളിൽ ഒരു 3 തവണയെങ്കിലും നമ്മൾ ഒരുമിച്ച് കാണുന്നതാണ്. അപ്പം ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, മക്കളെ, നമ്മുടെ 2025 ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ 2026 ജനുവരി മാസത്തോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 22,000 ഒഴിവുകളുമായിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വന്നത്. നമ്മൾ 2024 അപ്ലൈ ചെയ്ത പരീക്ഷ 2025 കൂടിയാണ് പൂർത്തിയായത്. അങ്ങനെ 2025 കൂടി പൂർത്തിയായ ആ പരീക്ഷയുടെ നമ്മുടെ സ്കോർ കാർഡ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ 2025 എഴുതി മാറിയ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ മാർക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്? 1. 2026 നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ നിലവിൽ ലൈവായിട്ട് നിൽക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള ആ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം, ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. 1, നിലവിൽ നിങ്ങൾക്ക് സ്കോർ കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ആ സ്കോർ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അടുത്ത ഘട്ടം, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ, ഞങ്ങളുടെ സ്കോർ കാർഡ് ഞങ്ങൾക്ക് കിട്ടി, ഒരു ഫൈനൽ മാർക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റി, അതിനെയാണ് റോ മാർക്ക് എന്ന് പറയുന്നത്. ഇതിനെ RRB പിന്നീട് നോർമലൈസ് ചെയ്തുകൊണ്ട് ഒരു മാർക്കാക്കും, അതിനെ നോർമലൈസ്ഡ് മാർക്ക് എന്ന് പറയും. ആ നോർമലൈസ്ഡ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് RRB തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു വസ്തുത. ഒരു കാരണവശാലും കട്ട് ഓഫ് നിങ്ങൾക്ക് ആർക്കും പറയാൻ സാധിക്കത്തില്ല. പിന്നെ റോ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ചെറിയൊരു അസംഷൻ പറയാൻ സാധിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു 50% മാത്രമേ നമുക്ക് അതിനകത്ത് ക്രെഡിബിലിറ്റി പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാനിവിടെ ഒരു 50 കട്ട് ഓഫ് വരും, അല്ലെ 70 കട്ട് ഓഫ് വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്രെഡിബിലിറ്റി ഇല്ല. കാരണം 1 കോടിയിലധികം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്ത ഒരു പരീക്ഷയായിരുന്നു. ഏകദേശം ഒരു 70% മുതൽ 75% വരെ ഉദ്യോഗാർത്ഥികൾ ആ പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ, എങ്ങനെ പോയാലും ഒരു 70 ലക്ഷം മുതൽ 75 ലക്ഷം വരെ ഉദ്യോഗാർത്ഥികൾ എഴുതി മാറിയൊരു പരീക്ഷയാണ്. അപ്പൊ അതിൻ്റെ ആ 75 ലക്ഷം ഉദ്യോഗാർത്ഥികൾ റോ മാർക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരു കട്ട് ഓഫ് അനാലിസിസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പൊ പ്രധാനമായിട്ടും 2 സൈറ്റുകളിലെ ഉദ്യോഗാർത്ഥികൾ അവരുടെ റോ മാർക്കുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് റാങ്ക് ഗുരുജി എന്ന് പറയുന്ന ഒരു സൈറ്റിലും റാങ്ക് മിത്ര എന്ന് പറയുന്ന 2 സൈറ്റുകളിലുമായിട്ട് ഉദ്യോഗാർത്ഥികൾ എഴുതി മാറിയ പരീക്ഷയുടെ റോ മാർക്ക് അവർ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് ഒരു ഏകദേശം അവിടെ കിട്ടുന്ന ഡാറ്റ വെച്ച് അനാലിസിസ് നടത്താറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, അവിടെ ഒരു 3 ലക്ഷം മുതൽ 10 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ ഡാറ്റ കിട്ടിയാൽ പോലും അതിനകത്ത് നമുക്കൊരു ക്രെഡിബിലിറ്റിയോടുകൂടിയുള്ള ഒരു കട്ട് ഓഫ് പ്രവചനം നടത്താൻ സാധിക്കത്തില്ല. എന്നിരുന്നാലും നിങ്ങൾ ചെന്നൈ സോൺ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഒരു 65 മാർക്കിന് മുകളിലോട്ട് നിങ്ങളുടെ മാർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 62 മാർക്ക്, ആ ഒരു മാർക്കിന് മുകളിലോട്ട് നിങ്ങളുടെ മാർക്ക് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു ഐറ്റം ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് അവിടെ വെയിറ്റ് എടുത്തുകൊണ്ട് ഓടേണ്ട ഒരു ഘട്ടം ഉണ്ട്. അതിനുശേഷം നമുക്ക് 1 കിലോമീറ്റർ ഓടി മാറേണ്ട 2 ഘട്ടങ്ങളാണുള്ളത്. അതിലെ ഒന്നുകിൽ നിങ്ങൾ ജിമ്മിന് പോയി നിങ്ങളൊന്ന് ബോഡി സെറ്റ് ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇന്നൊരു 100 മീറ്റർ ഓടുക, നാളെ ഒരു 100 മീറ്റർ ഓടുക, മറ്റന്നാൾ ഒരു 100 മീറ്റർ ഓടുക. അത് ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ
ആ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റാങ്ക് ലിസ്റ്റിലെ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് നിങ്ങളെ വിളിക്കപ്പെട്ടില്ലെങ്കിലും അത് നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് നല്ലതാണ്. നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ പറയുന്ന കട്ട് ഓഫ് പ്രവചനത്തിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൈകിപ്പോവും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു നിങ്ങളൊരു റിസ്ക് ഫാക്ടറിലേക്ക് പോകാതെ നിങ്ങൾക്കൊരു 62 മാർക്കിന് മുകളിലോട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, ചെന്നൈ സോണൊക്കെ അപ്ലൈ ചെയ്ത ആളുകൾ ഈ റോ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന് താഴെ വരുന്ന മാർക്കാണെങ്കിൽ പോലും നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ റാങ്ക് മിത്രയുടെയും റാങ്ക് ഗുരുജിയുടെയും ഡേറ്റ വെച്ചുകൊണ്ട് അനാലിസിസിന് ഞാൻ നിൽക്കുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അത് പാളിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് വരും. അപ്പോൾ അതുകൊണ്ട് അത്തരം വിശകലനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കൊരു ചെറിയൊരു ഡേറ്റ അനാലിസിസ് മാത്രമേ അതിനകത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ നിലവിലെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ പരീക്ഷയിൽ വന്നുപോയ പിഴവുകൾ ഈ പരീക്ഷയ്ക്ക് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് മാത്സ് റീസണിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ കഴിഞ്ഞ 101 ഷിഫ്റ്റുകളിലായിട്ട് നടന്നുപോയ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ആ 101 ഷിഫ്റ്റിലെയും 100 ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഏകദേശം നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കളക്ഷൻ കിട്ടും നിങ്ങൾക്ക്. ആ ഒരു കളക്ഷൻ മാത്രം നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് നമുക്കിവിടെ ഒരു 101 ഷിഫ്റ്റുകളിലായിട്ട് നടന്നുപോയ 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുമ്പോൾ തന്നെ ആ 10,000 ചോദ്യങ്ങളിൽ നിന്നും ഏകദേശം നമുക്കൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. അത് 2025 നടന്നുപോയ പാറ്റേൺ ആണ്. 2026 പരീക്ഷ നടക്കുമ്പോൾ ആ ഒരു പാറ്റേൺ അവിടെ ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്സ് റീസണിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ വീണ്ടും ഉൾപ്പെടാൻ സാധിക്കും. ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും മാത്സ് റീസണിങ്ങിന് വാങ്ങിച്ചെടുത്ത മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയത്. മാത്സ് റീസണിങ്, പിന്നെ 3-ാം സ്ഥാനം സയൻസിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ചില സമയത്ത് നമുക്ക് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടന്നു നീങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറയുന്ന 2026 നടക്കുവാൻ പോകുന്ന പരീക്ഷയിലെ നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുക, നന്നായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. 1-2 പരീക്ഷകളിൽ പരാജയപ്പെടുക എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കണം. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം തന്നെ നാളെയുടെ മുതൽക്കൂട്ടുകളായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രതിസന്ധികൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രവർത്തിക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് 1-2 പരീക്ഷകൾ അല്ലെങ്കിൽ ഒരു 10 പരീക്ഷകൾ നിങ്ങൾ പരാജയപ്പെട്ടു എങ്കിലും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. വീണ്ടും ഇന്റൻസിറ്റിയോടുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. നാളെയുടെ ആ ഒരു നല്ല നിമിഷങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നു നീങ്ങുക. നിങ്ങൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകുന്ന നല്ല നിമിഷങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടാകുന്നത്. നാളെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ജോലി എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് ഒരുമിച്ച് യാഥാർത്ഥ്യമാക്കാം. CC-യോടൊപ്പം ചേർന്നുകൊണ്ട് ഏറ്റവും പുതിയ ഗ്രൂപ്പ് ഡി ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വീണ്ടും അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതിസന്ധികളൊക്കെ തന്നെയാണടാ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. പ്രതിസന്ധികൾ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് വിജയിക്കുമ്പോൾ ആ ഒരു വിജയം പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാനും കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അതുതന്നെയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നന്നായിട്ട് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും 2026 2027 നിങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേരിട്ട് സംവദിക്കാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാനിവിടെ തീർച്ചയായിട്ടും ഫുൾ ടൈം ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ സജഷൻസും അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തുടർന്നും വീഡിയോസ് ഉണ്ടാകും. എല്ലാവർക്കും ഈ 2027-2028 കൂടി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.